നീതുവിൻ്റെ ശബ്ദം തേടി ജോജോ വന്നു. ഓർമ്മകൾക്ക് നടുവിലേക്ക് അപ്പൻ ജോസഫിനൊപ്പം. കഴുത്തറ്റം ചെളിയിലേക്ക് ഇറങ്ങിയോടിപ്പോയ വീട്. രണ്ടുപേരും തേങ്ങി. ഞങ്ങൾ വീട്ടുകാരടക്കം ഒരു 30-ലധികം ആളുകളുണ്ടായിരുന്നു. അയൽവാസികളൊക്കെ, താഴെയുള്ള വീട്ടിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ. തടി വന്നടിച്ച് ഭിത്തിയൊക്കെ പൊളിഞ്ഞു. ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അത് ഉള്ളിലേക്ക് ഈ ഹൈറ്റിൽ ചെളി കയറി. പിന്നെ ഇവിടെയുള്ള ജനലിലെ ഫ്രെയിം പൊളിഞ്ഞു പോയതുകൊണ്ട് നമ്മളൊരു 30-ൽ 5 ആളെ പോയുള്ളൂ, അല്ലെങ്കിൽ 30 ആളും. ജനലിലെ ഫ്രെയിം പൊളിഞ്ഞപ്പോഴാണ് ഉള്ളിലുണ്ടായിരുന്ന പകുതിയിലധികം ചെളി അതിലെ കൂടി ഒഴുകാൻ പോകാൻ തുടങ്ങി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇരുന്ന് നിറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകും. കുഞ്ഞുടുപ്പുകൾ, കളിപ്പാട്ടങ്ങൾ, ഇഷ്ടവസ്ത്രങ്ങൾ, തകർന്ന വീട്, തിരുരൂപം. കർത്താവിൻ്റെ ഉടയാത്ത ചിത്രം. ഓർമ്മകളുടെ ആൽബം. ഇതിനു വേണ്ടിയാണ് വന്നത്. ആൽബം പിടിച്ച് ജോസഫ് പറഞ്ഞു. മരുമോളുടെ കല്യാണ ഫോട്ടോയും കിട്ടി, അതിൻ്റെ ആൽബം കിട്ടി. ഞാൻ അത് കിട്ടുമെന്നറിയാനാണ് വന്നത്. വാക്കുകൾ കിട്ടാതെ ജോജോ. ആൽബം കിട്ടി. ആൽബം. ചൂരൽമലയിൽ ഒന്നും പഴയ പോലെയല്ല. ഓർമ്മകൾ വേട്ടയാടുമ്പോൾ തീർച്ചയായും ഈ അച്ഛനും മകനുമെങ്കിലും. അനൂപിനൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്.